Let's start learning English. ഹലോ മക്കളെ, എല്ലാവർക്കും ലെവൽ 2 ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ടാമത്തെ ക്ലാസ് ആണല്ലേ. ഇന്നലത്തെ ക്ലാസ് എല്ലാവരും കണ്ടു, എല്ലാവരും മനസ്സിലാക്കി, അതൊക്കെ നോട്ട്സിലേക്ക് എഴുതി എന്ന് വിശ്വസിക്കുന്നു. 1-2 പേര് കള്ളന്മാരുണ്ട്, അവരും ചെയ്തയക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ എന്താ കണ്ടത്? എന്താണ് സെൻറ്റൻസസ്, എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് എഴുതുക, ഓക്കെ, എങ്ങനെയാണ് ഒരു സെൻറ്റൻസിനെ തിരിച്ചറിയുക, ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ നോക്കിയത്. ഓക്കെ, ഇന്ന് നമ്മൾ അതിനെ കുറച്ചുകൂടെ കയറി നോക്കുകയാണ്. എന്താണ് സെൻറ്റൻസ് എന്നും എന്തൊക്കെ തരത്തിലുള്ള സെൻറ്റൻസസ് ഉണ്ട് എന്നുമുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഈ ക്ലാസ് വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്നാണ് ഇവിടെ കാണുന്നത്. സെൻറ്റൻസ് എന്താണ് നമ്മൾ ഇന്നലെ കണ്ടത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടും. പിന്നെ നമ്മൾ 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ് നമ്മൾ നോക്കുന്നുള്ളത്. 1 ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, 2 ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ്, 3 ഇംപെറേറ്റീവ് സെൻറ്റൻസ്, 4 എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്. ഓക്കെ, ഈ 4 സെൻറ്റൻസസ്, 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എന്താണെന്ന് നമ്മൾ നോക്കും. ഈ പേര് കേട്ട് ഞെട്ടൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. ടീച്ചർ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഓരോ സെൻറ്റൻസസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴും അതിന് കുറച്ച് എക്സസൈസ് അവിടെ താഴെ മീൻസ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ തരുന്നുണ്ട്. അതിലൊന്ന് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യും, ബാക്കി നിങ്ങൾ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഹോംവർക്ക്സ് നടക്കുന്നുള്ളത്. നിങ്ങൾ ശരിയായ രീതിയിൽ ഇൻവോൾവ്ഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പഠിച്ചെടുക്കാനാവും. ഓക്കെ, ഈ ക്ലാസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കേപ്പബിലിറ്റീസ് ഉണ്ടാകേണ്ടത്, അതെന്തിനാണ് ടീച്ചർ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്ത് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഉറപ്പാക്കാനാണ്. കിട്ടിയോ എന്ന് ഉറപ്പിക്കണ്ടേ. ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈൻ ദ 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. 4 സെൻറ്റൻസസ്, നിങ്ങൾക്കൊരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ ഈ 4 ടൈപ്സിൽ ഏതാണ് എന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്തത്, ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് തിരിച്ചറിയാനും സാധിക്കും. പിന്നെ നിങ്ങൾക്ക് സാധിക്കും? അപ്ലൈ ദ പ്രോപ്പർ യൂസ് ഓഫ് സെൻറ്റൻസസ് ഇൻ സ്പോക്കൻ ആൻഡ് റിട്ടൺ ഫോം. നമ്മളിപ്പോൾ ഒരു ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ ഒരു ഇംപെറേറ്റീവ് അല്ലെങ്കിൽ ഒരു എക്സ്ക്ലാമേറ്ററി, ഇൻ്ററഗേറ്റീവ് ഏത് സെൻറ്റൻസ് ആണെങ്കിലും നമ്മൾ സംസാരത്തിൽ എങ്ങനെയാണത് കൊണ്ടുവരേണ്ടത്, അതുപോലെ തന്നെ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളത് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ മൂന്നാമത് എന്താണ്? കൺസ്ട്രക്റ്റ് കറക്റ്റ് ഷോർട്ട് സെൻറ്റൻസസ്. ഈ 4 ടൈപ്സിലുള്ള കുട്ടി സെൻറ്റൻസസ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ 3 കാര്യങ്ങളും ഈ വീഡിയോ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് സാധിക്കണം, ഉറപ്പായിട്ടും. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ അർത്ഥം എന്താണ്? നിങ്ങൾ ശരിയായ രീതിയിൽ ഈ വീഡിയോ ക്ലാസ് കണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ വീണ്ടും കാണണം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോ ക്ലാസ് നിങ്ങൾ കണ്ടതിൽ കാര്യമുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് മെയിൻ ഭാഗത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്നലെ നോക്കിയ കാര്യം തന്നെയാണിത്. വാട്ട് ഈസ് എ സെൻറ്റൻസ്? ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയും പറയാൻ കിട്ടേണ്ടതാണ്. എന്താണ് സെൻറ്റൻസ്? സെൻറ്റൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്സ് കംപ്ലീറ്റ് സെൻസ്. സെൻറ്റൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്സ് കംപ്ലീറ്റ് സെൻസ്. പിന്നെ എന്തുകൂടെ നമ്മൾ പഠിച്ചു? They always start with a capital letter and end with a punctuation mark. പങ്ക്ച്വേഷൻ മാർക്ക് ഏതൊക്കെ പാടില്ല, ഏതൊക്കെ ആവാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതൊക്കെ ഓർമ്മ വേണം. A sentence is a group of words that makes complete sense. They always start with a capital letter and end with a punctuation mark. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിലെ 4 തരത്തിലുള്ള വാക്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ പേരുകളാണ് ഇവിടെ നോക്കുന്നത്. There are 4 types of sentences in English. ഏതൊക്കെയാണത്? ഡിക്ലറേറ്റീവ്, ഇംപെറേറ്റീവ്,
exclamatory and interrogative. Declarative, imperative, exclamatory and interrogative. ഓക്കെ, അങ്ങനെ 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. ഈ 4 ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ്? ഡിക്ലറേറ്റീവ്. ഓക്കെ, ഈ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പൊതുവേ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ആശ്ചര്യം പ്രകടമാക്കുന്ന, അല്ലെങ്കിൽ ഇമോഷൻസ്, വികാരങ്ങൾ പ്രകടമാക്കുന്ന, ആ ഓ ഊ ആണോ എന്നൊക്കെ പറയുന്നില്ലേ, അതൊരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്. ഓക്കെ, പിന്നെന്താണ്? വസ്തുതകൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ്. പിന്നെന്താണ്? ചോദ്യങ്ങൾ, അല്ലേ, ചോദ്യങ്ങൾ പറയുന്ന സെൻറ്റൻസസ്. പിന്നെന്താണ്? നമ്മൾ ഒരാളോട് ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു ആജ്ഞ ഇത് കൊടുക്കുന്ന ഒരു സെൻറ്റൻസ്, അതായത് ഒരു നിർദ്ദേശം. നമുക്ക് നിർദ്ദേശം പല രീതിയിൽ റിക്വസ്റ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആജ്ഞാപിക്കാം. ഇങ്ങനെയുള്ള ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് തന്നെയാണ് ഇംഗ്ലീഷിലുള്ളത്. കാരണം ഭാഷയാണ്, ഒരേ രീതിയിൽ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ അതിൻ്റെ പേരുകൾ എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. എവിടെ ഏതാ നോക്കൂ, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ്, ടെൽസ് എ ഫാക്ട്, gives information and explains something. വസ്തുതകൾ മുന്നോട്ട് വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. This is a boy. She went home. I am going home. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. എന്താണ്? ഒന്നുകിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കാര്യം പറയാണ്, ടെൽസ് എ ഫാക്ട്, ഒരു വസ്തുത മുന്നോട്ട് വെക്കുകയാണ്, ഗിവ്സ് ഇൻഫർമേഷൻ മുന്നോട്ട് വെക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ്? എക്സ്പ്ലെയിൻസ് സംതിങ്, എന്തെങ്കിലും വിശദീകരിക്കുകയാണ്. ഇങ്ങനെയുള്ള സെൻറ്റൻസസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, അല്ലേ? മെജോറിറ്റി ഓഫ് സെൻറ്റൻസസ് ഏതിലായിരിക്കും? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് തന്നെ ആയിരിക്കും, അല്ലേ? സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏകദേശം സെൻറ്റൻസസും എന്താണ്? ഡിക്ലറേറ്റീവ് ആണ്. ബാക്കിയുള്ളതല്ല എന്നല്ല, പക്ഷെ കൂടുതലായും നമുക്ക് സംസാരത്തിലായാലും എഴുത്തിലായാലും നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പഠനങ്ങളിലായാലും നമ്മൾ ഉപയോഗിക്കുക എന്താണ്? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുതകൾ, ഈ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശദീകരണങ്ങൾ, അല്ലെങ്കിൽ ഫാക്ട്സ് മുന്നോട്ട്, അതായത് ഒരു കാര്യം പറയുക, അത് തന്നെയാണ് എന്ത്? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, ഡിക്ലറേറ്റീവ് sentence makes a statement, tells a fact, gives information and explains something. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? The pencil pouch on the table is mine. The pencil pouch on the table is mine. ആ ടേബിളിൻ്റെ പുറത്തുള്ള പെൻസിൽ പൗച്ച് എൻ്റേതാണ്. ഓൺ ദ ടേബിൾ, ടേബിളിനു മുകളിൽ, മേശയ്ക്കു മുകളിൽ. The pencil pouch on the table is mine. ടേബിളിന് മുകളിൽ, മേശയ്ക്കുമേൽ ഉള്ള പെൻസിൽ പൗച്ച് എൻ്റേതാണ്. ഇസ് മൈൻ, എൻ്റേത് ആണ്. മൈൻ എൻ്റേത്, ഇസ് ആണ് എന്ന്. മൈൻ ഇസ് മൈൻ എന്ന് പറയുമ്പോൾ എൻ്റേതാണ്. ഓക്കെ, ദ പെൻസിൽ പൗച്ച് ഓൺ ദ ടേബിൾ ഇസ് മൈൻ. അതൊരു വസ്തുതയാണ്. ഓക്കെ, a declarative sentence usually ends with a period. ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? എന്താണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്? A declarative sentence makes a statement, tells a fact, gives information and explains something. Example, the pencil pouch on the table is mine. A declarative sentence usually ends with a full stop. അപ്പോൾ എന്താണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വസ്തുതകൾ മുന്നോട്ട് വെക്കാൻ, സാധാരണയായി നമ്മൾ കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നതാണെന്ത്? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ്, ടെൽസ് എ ഫാക്ട്, gives information and explains something. Example, the pencil pouch on the table is mine. A declarative sentence usually ends with a full stop. Okay അല്ലേ മക്കളെ? ഓക്കെ, ഇവിടെ
നമുക്ക് എന്താണ് ഒബ്ജക്ട്സിൻ്റെ പേരുകൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ 5 എണ്ണം ഉപയോഗിച്ച് നമ്മൾ 5 ഡിക്ലാറേറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ആക്ടിവിറ്റി. ടീച്ചർ ഇതിലൊരു എക്സാമ്പിൾ പറയാം. അതിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ എക്സാമ്പിൾ നോക്കി തന്നെ വെച്ചാൽ മതി. ദ പെൻസിൽ പൗച്ച് ഓൺ ദ ടേബിൾ ഇസ് മൈൻ. ഇവിടെ ടീച്ചർ അതിന് പകരം ഇതിലുള്ള മൂന്നാമത്തേത് എന്താണ്, പെൻസിൽ ബോക്സ് എന്നുള്ളത് വെച്ച് ടീച്ചർ ആ സെൻറ്റൻസ് പറയുകയാണ്. എന്താണ്, ദ പെൻസിൽ ബോക്സ് ഓൺ ദ ഡെസ്ക് ഇസ് മൈൻ. ദ പെൻസിൽ ബോക്സ് ഓൺ ദ ഡെസ്ക് ഇസ് മൈൻ. ഓക്കെ, ഒരെണ്ണം ടീച്ചർ പറഞ്ഞു തന്നു. ഇനി ബാക്കി 5 എണ്ണം നിങ്ങൾ എഴുതണം. അതാണ് ഒന്നാമത്തെ ഹോംവർക്ക്. ഡിക്ലാറേറ്റീവ് സെൻറ്റൻസസ് നിങ്ങൾ 4 എണ്ണം എഴുതണ്ടു, ഒരെണ്ണം ടീച്ചർ പറഞ്ഞു. പക്ഷെ നോട്ടിലേക്ക് എഴുതുമ്പോൾ 5 എഴുതണം. ഒരെണ്ണം ടീച്ചർ പറഞ്ഞത്, ബാക്കി 4 എണ്ണം നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹോംവർക്ക് ആയി. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് എന്താണ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഇൻറ്ററോഗേറ്റീവ് അതിൽ തന്നെ ഉണ്ട് ഇൻറ്ററോഗേഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഒരാളെ ചോദ്യം ചെയ്യുക അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആ പേര് പോലെ തന്നെ അതെന്താണ്, ക്വസ്റ്റ്യൻ ആണ് ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. An interrogative sentence is a sentence that asks direct questions and requests information or an answer. ഡയറക്റ്റായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഉത്തരം പ്രതീക്ഷിക്കുകയോ ചെയ്യുന്ന ഒരു വാക്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻറ്ററോഗേറ്റീവ് sentence. An interrogative sentence is a sentence that asks direct questions and requests information or an answer. Example, is the book on the table yours? ആ മേശമേലുള്ള പുസ്തകം നിങ്ങളുടേതാണോ? Is the book on the table yours? ആ മേശമേലുള്ള പുസ്തകം നിങ്ങളുടേതാണോ? അതൊരു ചോദ്യമാണല്ലേ. ഡെഫിനറ്റ്ലി ഇറ്റ് റിക്വസ്റ്റ് ആൻ ആൻസർ അല്ലേ, ഒരു ഉത്തരം തേടിയിട്ടുള്ളതാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ തേടിയിട്ടുള്ളതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ആ പുസ്തകം നിങ്ങളുടേതാണോ എന്ന് ഉറപ്പിക്കുകയാണ് ആവശ്യം അല്ലേ. ഈസ് ദ ബുക്ക് ഓൺ ദ ടേബിൾ യോഴ്സ്? ഇപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഇസ് എ സെൻറ്റൻസ് ദാറ്റ് ആസ്ക്സ് direct questions and requests information or an answer. Example, is the book on the table yours? ഒരു കാര്യം ശ്രദ്ധിച്ചോ, എന്താണ്, ടീച്ചർ ആ സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് വായനയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ, ടോണിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മളൊരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് വായിക്കും പോലെയല്ല നമ്മളൊരു ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് വായിക്കുക. അതുപോലെ തന്നെ എന്താണ്, അതിൻ്റെ അവസാനത്തിലൊരു വളഞ്ഞൊരു സംഗതിയെ കണ്ടു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. ആൻ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എൻഡ്സ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. An interrogative sentence ends with a question mark. Okay? An interrogative sentence ends with a question mark. It can be in a positive or negative form and in any tense. ഈ ക്വസ്റ്റ്യൻ ഇന്ന ടെൻസിൽ തന്നെ ആവണം, പോസിറ്റീവ് ആവണം, നെഗറ്റീവ് ആവണം എന്നൊന്നും വാശിയില്ല. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ isn't this book yours എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഈസ് ദ ബുക്ക് ഓൺ ദ ടേബിൾ യോഴ്സ്? ഈസ് ദ ബുക്ക് ഓൺ ദ ടേബിൾ യോഴ്സ് ഉള്ളത് ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇസൻ ദിസ് ബുക്ക് യോഴ്സ് എന്ന് പറയുന്നത് ഇസൻ ദിസ് ബുക്ക് യോഴ്സ് അല്ലെങ്കിൽ ഇസൻ ദ ബുക്ക് ഓൺ ദ ടേബിൾ യോഴ്സ് എന്ന് പറയുന്നത് അതെന്താണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇസൻറ്റ് എന്ന് പറയുന്നത് ഈസ് നോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എന്താണ്, നമുക്ക് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് പറയാം. അതുമാത്രമല്ല ഏത് ടെൻസിലും അത് വരാം. അത് പ്രസൻറ്റ് ടെൻസ് തന്നെ വേണം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് തന്നെ വേണം എന്നൊന്നുമില്ല. ഏത് ടെൻസിലും വരാം. പോസിറ്റീവ് ക്വസ്റ്റ്യനും ആവാം, നെഗറ്റീവ് ക്വസ്റ്റ്യനും ആകാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്? ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഇസ് എ സെൻറ്റൻസ് ദാറ്റ് ആസ്ക്സ് direct questions and requests information or an answer. Example, is the book on the table yours? ഇതൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ പറയാം, isn't the book on the table yours?
ഓക്കെ, ഇതിൽ ഉച്ചാരണത്തിൽ അല്ലെങ്കിൽ സംസാരത്തിൽ തന്നെ എന്താണ് ടോണിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ. ആൻ ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ് എൻഡ്സ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഇറ്റ് ക്യാൻ ബി ഇൻ എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫോം ആൻഡ് ഇൻ എനി ടെൻസ്. ഓക്കെ അല്ലേ? ഇതാ ഇവിടെ സെയിം 5 വാക്കുകൾ അല്ലെങ്കിൽ 5 ഒബ്ജക്ട്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ടീച്ചർ നേരത്തെ പറഞ്ഞത് എന്താണ്, നിങ്ങൾ 5 എണ്ണത്തിൽ 4 എണ്ണം ചെയ്യുക. ടീച്ചർ ഒന്ന് പറയും. ഇവിടെ ടീച്ചർ ഏത് ഉപയോഗിക്കുന്നു? ടീച്ചർ എന്താണ്, ബോയ് അല്ലെങ്കിൽ ഗേൾ. ഹു ഈസ് ദാറ്റ് ഗേൾ അല്ലെങ്കിൽ ഹു ഈസ് ദാറ്റ് ബോയ്? ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ആരാണ് ആൺകുട്ടി, ആരാണ് പെൺകുട്ടി? ഓക്കെ, ഹു ഈസ് ദാറ്റ് ഗേൾ? ആ പെൺകുട്ടി ആരാണ്? ഹു ഈസ് ദാറ്റ് ബോയ്? ആൺകുട്ടി ആരാണ്? ഓക്കെ, അപ്പോൾ ടീച്ചർ ഒരു സെൻറ്റൻസ് പറഞ്ഞു, അല്ല 2 സെൻറ്റൻസ് പറഞ്ഞു, സാരില്ല, അതൊന്നായിട്ട് എഴുതിക്കോളൂ. പിന്നെ ബാക്കി 4 എണ്ണം നിങ്ങൾക്കുള്ള സെക്കൻഡ് ഹോംവർക്ക്. നിങ്ങൾ എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണ് എഴുതേണ്ടത്? ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ്. ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ. ഓക്കെ, ചോദ്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഏതാണ്? ഇംപെറേറ്റീവ് സെൻറ്റൻസ്. ഇംപെറേറ്റീവ് സെൻറ്റൻസ്. എന്താണ് ഇംപെറേറ്റീവ് സെൻറ്റൻസ്? An imperative sentence is a sentence that gives a command, makes a request, issues an instruction, or offers a piece of advice. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഗിവ്സ് കമാൻഡ്, ആജ്ഞ കൊടുക്കുന്നു. മേക്സ് എ റിക്വസ്റ്റ്, അപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്? ഇഷ്യൂസ് ആൻ ഇൻസ്ട്രക്ഷൻ, ഒരു നിർദ്ദേശം നൽകുന്നു. ഓഫേഴ്സ് എ പീസ് ഓഫ് അഡ്വൈസ്, ഉപദേശം നൽകുന്നു. ഇതൊക്കെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപെറേറ്റീവ് സെൻറ്റൻസ്. ഇംപെറേറ്റീവ് സെൻറ്റൻസ്. An imperative sentence is a sentence that gives a command, makes a request, issues an instruction, or offers a piece of advice. ഓക്കെ, അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശം. ഓക്കെ, അത് ADVICE ആയതുകൊണ്ടാണ് ഉപദേശം, അഡ്വൈസ്. നേരെ മറിച്ച് ADVISE ആണെങ്കിലോ അഡ്വൈസ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഉപദേശിക്കുക. ഓക്കെ, മറക്കരുത്. ലെവൽ 1 ക്ലാസ് ഒക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. മറന്നു പോകുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഫ്രീ ആയിരിക്കുമ്പോൾ ഓരോന്ന് കുറച്ചെടുത്ത് നോക്കുക. എക്സാമ്പിൾ എന്താണ്? പ്ലീസ് പാസ് മീ ദ പെൻ. പ്ലീസ് പാസ് മീ ദ പെൻ. ദയവ് ചെയ്ത് ആ പെന്നൊന്ന് പാസ് ചെയ്യൂ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ടൈം an imperative sentence ends with a period, but it can also end with an exclamation mark. പൊതുവേ നമ്മുടെ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് പോലെയാണ് ഇംപെറേറ്റീവ് സെൻറ്റൻസ്. അവസാനിക്കുന്നത് ഒരു ഫുൾ സ്റ്റോപ്പിലാണ്. ഓക്കെ, പക്ഷെ ചില കേസസിൽ അത് എക്സ്ക്ലമേഷൻ മാർക്ക് വരും. അതെപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആജ്ഞാപിക്കുന്ന സമയത്ത് അതൊരു രോഷത്തോടെയുള്ള ഒരു ആജ്ഞയാണെങ്കിൽ തീർച്ചയായും അവിടെ എക്സ്ക്ലമേഷൻ മാർക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിൻ്റെ ടോണും ഡിഫറെൻ്റ് ആയിരിക്കും. എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്ന സമയത്ത് ടോണ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഉച്ചരിക്കുന്ന, അതായത് പറയുന്ന ടോൺ ഡിഫറെൻ്റ് ആയിരിക്കും. എഴുതുമ്പോൾ ഒരു എക്സ്ക്ലമേഷൻ മാർക്കും കാണും. ഓക്കെ, അത് ഒരു അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എക്സ്ക്ലമേഷൻ മാർക്ക് വരും. അല്ലാതെ നോർമലി ഇംപെറേറ്റീവ് സെൻറ്റൻസസ് എൻഡ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, ഡിക്ലറേറ്റീവ് പോലെ തന്നെ ഫുൾ സ്റ്റോപ്പിലാണ് എൻഡ് ചെയ്യുക. ഇപ്പോൾ പ്ലീസ് പാസ് മീ ദ പെൻ എന്ന് പറഞ്ഞ ആ കേസ്. ഓക്കെ, ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ എന്താണ് ഇംപെറേറ്റീവ് സെൻറ്റൻസ്? An imperative sentence is a sentence that gives a command, makes a request, issues an instruction, or offers a piece of advice. An imperative sentence is a sentence that gives a command, makes a request, issues an instruction, or offers a piece of advice. Example, please pass me the pen. Most of the time, an imperative sentence ends with a full stop, but it can also end with an exclamation mark. Okay? ഇപ്പോൾ ഇംപെറേറ്റീവ് സെൻറ്റൻസ് എന്താണ്? ആജ്ഞ കൊടുക്കുക,
അല്ലെങ്കിൽ നമ്മൾ അപേക്ഷിക്കുക, അല്ലെങ്കിൽ നിർദ്ദേശം നൽകുക, അല്ലെങ്കിൽ ഉപദേശിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന രീതിയെയാണ് നമ്മൾ ഇംപെറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ 5 ഒബ്ജക്ട്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. അത് വെച്ച് 5 ഇംപെറേറ്റീവ് സെൻറ്റൻസസ് എഴുതാനാണുള്ളത്. എന്ത് ചെയ്യാം? ടീച്ചർ ഒരെണ്ണം പറയാം, 5th വൺ പറയാം. ബ്ലാക്ക് ബോർഡ്. പ്ലീസ് ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്. പ്ലീസ് ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്. ബാക്കി 4 നിങ്ങൾ എഴുതണം. ഓക്കെ, എന്തായിരിക്കണം? ഒന്നുകിൽ അതൊരു റിക്വസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു അഡ്വൈസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു നിർദ്ദേശമായിരിക്കണം, അല്ലെങ്കിൽ അതൊരു ആജ്ഞയായിരിക്കണം. ഓക്കെ, ഈ 4 കാര്യങ്ങൾ ഏതും എന്ത് തന്നെയാണ്? ഇംപെറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് ഇസ് എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്. An exclamatory sentence is a statement that conveys strong emotion or excitement. സ്ട്രോങ് ഇമോഷൻസ്, വളരെ ശക്തമായ ഇമോഷൻസോ എക്സൈറ്റ്മെൻറ്റോ പ്രകടിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലാമേറ്ററി sentence. An exclamatory sentence is a statement that conveys strong emotion or excitement. Okay? അപ്പോൾ ഇവിടെ അതിനുള്ള എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. Wow, what a great lesson. Wow, what a great lesson. ഇവിടെ wow എന്നുള്ള ആ ഒരു ഇൻ്റർജെക്ഷനിലാണ് എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് what a great lesson. അതിൽ ഫുൾ സ്റ്റോപ്പ്. അത് അവിടെ വാട്ട് വന്നിട്ടും ഫുൾ സ്റ്റോപ്പ് എന്തേന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് ആയതുകൊണ്ടാണ്. ഇതൊരു ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഒരിക്കലും അവിടെ ഫുൾ സ്റ്റോപ്പ് വരില്ല, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. ഓക്കെ, മനസ്സിലാക്കണം. അപ്പോൾ എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് ഇങ്ങനെ എഴുതാം. ഇൻ്റർജെക്ഷൻ ഇട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് എക്സ്ക്ലാമേറ്ററി ഫ്രേസ് എഴുതാം. അതല്ല എങ്കിൽ അവിടെ വൗക്ക് ശേഷം ഒരു കോമ ഇട്ടിട്ട് W ക്യാപിറ്റൽ അല്ലാതെ എഴുതിയിട്ട് ലെസണിന് ശേഷം എക്സ്ക്ലമേഷൻ മാർക്ക് നമുക്ക് ഇടാം. ഇങ്ങനെ ഇതിൽ ഏത് രീതിയിലും നമുക്ക് എഴുതാൻ പറ്റും. എന്ത്? ഈ എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്. ഓക്കെ, an exclamatory sentence is a statement that conveys strong emotion or excitement. Okay, an exclamatory sentence always ends with an exclamation mark. Okay, but not all sentences that end with an exclamation mark can be considered one. അതൊരു വളഞ്ഞു മൂക്ക് പിടിച്ച സെൻറ്റൻസ് ആണ്. ഉദ്ദേശിച്ചത് ഇതാണ്. എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് ഒക്കെ എന്താണ്? എക്സ്ക്ലമേഷൻ മാർക്കിലാണ് അവസാനിക്കുന്നത്. പക്ഷേ എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുന്ന എല്ലാ സെൻറ്റൻസസും എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് അല്ല. നമ്മൾ നേരത്തെ നോക്കിയല്ലേ, ഇംപെറേറ്റീവ് സെൻറ്റൻസസിൽ സ്ട്രോങ് ആയിട്ടുള്ള കമാൻഡ്സിൽ ഇമോഷൻസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് എക്സ്ക്ലമേഷൻ മാർക്ക് നമ്മൾ ഇടും. ഓക്കെ, അത് പക്ഷേ എന്തല്ല? എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് അല്ല, അത് ഇംപെറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇംപെറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ആജ്ഞ ഒരിക്കലും എന്തല്ല? എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് അല്ല. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസിൻ്റെ അവസാനം എപ്പോഴും എന്തുണ്ട്? എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. പക്ഷേ എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുന്ന എല്ലാ സെൻറ്റൻസും എന്തല്ല? എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് അല്ല. കാരണം എന്തേ? ഇംപെറേറ്റീവ് സെൻറ്റൻസിലും എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുന്ന കേസസ് വരാം. ഓക്കെ മക്കളെ, മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ ഇല്ലാലോ? ആ സെൻറ്റൻസ് കുറച്ച് വളഞ്ഞു മൂക്ക് പിടിച്ചു എന്നേ ഉള്ളൂ. അർത്ഥം മനസ്സിലായപ്പോൾ നിങ്ങൾക്കത് എളുപ്പമായില്ലേ? അത്രയേ ഉള്ളൂ. ഒന്നുകൂടെ വായിക്കാൻ ടീച്ചറെ. An exclamatory sentence is a statement that conveys strong emotion or excitement. Example, wow, what a great lesson. An exclamatory sentence always ends with an exclamation mark, but not all sentences that end with an exclamation mark can be considered one. Okay അല്ലേ? ടീച്ചർ ഒരു 2 തവണ കൂടി ഇത് വായിച്ചു തരാം, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കൂടെ വായിക്കാം. ഓക്കെ, an exclamatory sentence is a statement that conveys strong emotion or excitement.
An exclamatory sentence is a statement that conveys strong emotion or excitement. Example, wow, what a great lesson. Wow, what a great lesson. ഇവിടെ wow എന്ന ഇൻ്റർജെക്ഷൻ യൂസ് ചെയ്തു, എന്നിട്ട് ഫുൾ സ്റ്റോപ്പിലാണ് ആ ഫ്രേസ്, അതായത് എക്സ്ക്ലാമേറ്ററി ഫ്രേസ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ വാവ് വാട്ട് എ ഗ്രേറ്റ് ലെസൺ എന്നുള്ളത് എന്താണ്? എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്, ഒരു ഫുൾ സെൻറ്റൻസ് ആയി. ഓക്കെ, ആൻ എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് ഓൾവേസ് എൻഡ്സ് വിത്ത് ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്, ബട്ട് not all sentences that end with an exclamation mark can be considered one. An exclamatory sentence always ends with an exclamation mark, but not all sentences that end with an exclamation mark can be considered one. Okay അല്ലേ മക്കളെ? ഓക്കെ, ഇവിടെ 5 ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്. അത് വെച്ച് 5 എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ ഒരെണ്ണം ടീച്ചർ പറയാം. ഏത് പറയാം? ഓക്കെ, ഞാൻ ബോയ് ഓർ ഗേൾ എന്നുള്ളതിനെ എടുക്കാം. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പോൾ ഇതിൻ്റെ എവിടെയാണ് എക്സ്ക്ലമേഷൻ മാർക്ക് വരിക? അവസാനം അല്ലേ? വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഗേളിന് ശേഷം എക്സ്ക്ലമേഷൻ മാർക്ക് വരും. ഇവിടെ ക്യാപിറ്റലൈസേഷൻ ഓഫ് W വേണം. വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ട, കാരണം ഞാൻ ഇൻ്റർജെക്ഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ഒരു എക്സ്ക്ലമേഷൻ കൊടുത്തു. ഓക്കെ, എക്സ്ക്ലമേഷൻ കൊടുത്തു എന്നല്ല, ഡയറക്റ്റ് ഞാനൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് പറഞ്ഞു, ഇൻ്റർജെക്ഷൻ ഇല്ലാതെ. ഓക്കെ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ ഷീ വാസ്. അങ്ങനെയും പറയാം. ഓക്കെ, അവൾ എന്ത് ഭംഗിയുള്ള കുട്ടി ആയിരുന്നു. അപ്പം ഇപ്പം എന്തോ ആരെയോ കണ്ടപ്പോൾ പറയാണ് ഗോസിപ്പ്. ഓക്കെ, അങ്ങനെ പറയണം. അല്ലെങ്കിൽ വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ. നമ്മൾ നേരിട്ട് ഒരാളെ കാണുന്ന സമയത്ത് വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ, അല്ലെങ്കിൽ വാട്ട് എ ബ്യൂട്ടി. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇവിടെ വാട്ട് എ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചേരില്ല, കാരണം എന്തേ? ബോയ് ഓർ ഗേൾ വരണം അല്ലേ സെൻറ്റൻസിൽ. സോ വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ, അല്ലെങ്കിൽ വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ ഷീ വാസ്. ഓക്കെ, എന്നിട്ടൊരു എക്സ്ക്ലമേഷൻ മാർക്ക്. ഓക്കെ, ബാക്കി 4 നിങ്ങൾ എഴുതണം. അതാണ് നിങ്ങളുടെ 4th ഹോംവർക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഈ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ടു കൺക്ലൂഡ്, എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ്, ടെൽസ് എ ഫാക്ട്, gives information and explains something. An interrogative sentence is a sentence that asks direct questions and requests information or an answer. An imperative sentence is a sentence that gives a command, makes a request, issues an instruction, or offers a piece of advice. An exclamatory sentence is a statement that conveys strong emotion or excitement. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ്, ഇതൊക്കെ കാണാതെ പഠിക്കണം എന്നൊന്നും ടീച്ചർ പറയില്ല. പക്ഷേ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് നമ്മൾ കാണാതെ പഠിക്കുന്ന സമയത്ത് ശരിക്കും അതിൻ്റെ സ്ട്രക്ചർ കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ടീച്ചർ മലയാളത്തിൽ പറയുന്നത് മനസ്സിലാക്കാനും ഇംഗ്ലീഷിൽ പറയുന്നത് ഉച്ചാരണം റെഡിയാക്കാനും അതിൻ്റെ സ്ട്രക്ചർ എടുക്കാനും അതുപോലെ തന്നെ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കാനും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ലെവൽ 2 എത്തി, ലെവൽ 1 അല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സെൻറ്റൻസസ് കാണുമ്പോൾ വെറുതെ അങ്ങനെ കണ്ടുവിടാതെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയതിന് ശേഷം 1, 2, 3 തവണ അത് വായിക്കുക. ഓക്കെ, അപ്പോൾ ആ വാക്കുകളൊക്കെ ഒന്ന് എന്താണ് നിങ്ങൾക്കൊന്ന് ദൃഢമാവും. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, സ്റ്റേറ്റ്മെൻറ്റ്, ഫാക്റ്റ്, ഇൻഫർമേഷൻ, എക്സ്പ്ലെയിൻ സംതിങ്, എല്ലാം ഇതൊക്കെ എന്താണ് ഇംഗ്ലീഷ് വേർഡ്സ് ആണ്. ആ ഒരു സെൻറ്റൻസിൽ എത്ര വാക്കുകളുണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 വാക്കുകളുണ്ട് ആ ഒറ്റ സെൻറ്റൻസിൽ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിനെ കാണുമ്പം വളരെ ആർത്തിയോടുകൂടി വായിക്കാൻ ശ്രമിക്കുക. അത് എത്ര അറിയുന്നതായാലും എത്ര മലയാളം മനസ്സിലായതായാലും ഒക്കെ ആയാലും നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ എന്താണ് ഇംഗ്ലീഷ് ടാലൻറ്റിനെ ഏതെങ്കിലും രീതിയിൽ മാറ്റം കൊണ്ടുവരും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം.
ആ ഒരു ഇതിൽ തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഒരു വീഡിയോ ക്ലാസ് കാണുന്ന സമയത്ത് വെറുതെ ടീച്ചറിൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നത് മാത്രമല്ല, അതിൽ കാണുന്ന സെൻറ്റൻസസ് ഒക്കെ വായിക്കുക, അതൊക്കെ മൈൻഡിലേക്ക് എടുക്കുക. ഒരു തവണ വായിക്കാതെ ഒരു 4-5 തവണ വായിച്ച് അത് മനസ്സിലേക്ക് എടുക്കുക, ഉൾക്കൊള്ളുക. അതിനർത്ഥം ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും വാട്ട് ഈസ് ഡിക്ലാറേറ്റീവ് സെൻറ്റൻസ് എന്ന് ചോദിക്കും എന്നല്ല ടീച്ചർ ഉദ്ദേശിച്ചത്. ആ ഒരു സെൻറ്റൻസ് പഠിക്കുമ്പോൾ നമ്മൾ അതിലൂടെ ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ് പഠിക്കുന്നത്, സെൻറ്റൻസിൻ്റെ ഫോമാണ് പഠിക്കുന്നത്, സെൻറ്റൻസിൻ്റെ ഫോമാറ്റാണ് പഠിക്കുന്നത്, സ്ട്രക്ചറാണ് പഠിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ അറിയാതെ തന്നെ പഠിച്ചു പോകും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ടീച്ചർ ആദ്യം പറഞ്ഞിരുന്നു ഈ വീഡിയോ ക്ലാസ് കഴിയുമ്പോൾ എന്തൊക്കെയോ ഗുണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവണമെന്ന്. അത് നിങ്ങൾ തന്നെ അവലോകനം ചെയ്യുക, നിങ്ങളതൊക്കെ നേടിയെടുത്തോ എന്ന്. ഇല്ലെങ്കിൽ വീഡിയോ ക്ലാസ് വീണ്ടും കാണുക. പിന്നെ നിങ്ങൾ നോട്ട്സ് എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങൾ വായിച്ച് നോക്കുക ഒരു 2-3 ടൈംസ്. കാരണം കുറച്ചേ ഉള്ളൂ. ഹോംവർക്ക്സ് 4 ഉണ്ട്, മറക്കണ്ട. അറ്റൻഡൻസ് ഇടാത്തവർ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഹാപ്പി ലേണിംഗ് മക്കളെ.